ഞങ്ങളുടെ ക്ഷേത്രം കുളത്തിൻകര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കൂട്ടപ്പൂ. അപ്പം ഇന്ന് ഞങ്ങളുടെ ക്ഷേത്രത്തിനും ഞങ്ങളുടെ നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. ഇന്ന് ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ പേരിൽ ഒരു സദ്യാലയം പണി കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാലുകാച്ചാണ്. ഞാൻ രാവിലെ പോയില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ പാലുകാച്ചയും അവർ ഇങ്ങനെ പാല് തിളയ്ക്കുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം കിട്ടിയ വീഡിയോസ് ഫോട്ടോസൊക്കെ ഞാൻ എല്ലാവരോടും ചോദിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം ഇങ്ങനെ കാരണം ഞങ്ങൾ ഇത്രയും നാളും ഒരു പഞ്ചായത്ത് പ്ലേ ഗ്രൗണ്ടിലാണ് ഫുഡ് ഒക്കെ കൊടുത്തോണ്ട് നമ്മൾ ഉത്സവ ടൈമിനായാലും അവിടെ വെച്ചാണ് ഫുഡൊക്കെ കൊടുത്തോണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ക്ഷേത്രത്തിൻ്റെ പേരിൽ ഒരു സദ്യാലയം എന്ന് പറയുമ്പോൾ അതൊരു ഇതാണല്ലോ. അപ്പം അങ്ങനെ ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷമാണ്. ഈ ഒരു സ്ഥലം മേടിച്ചതിന് അവർ കുറച്ച് ആയി, എന്നാലും ഇപ്പോഴാണ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തതാ. ഇതുപോലെ ഇത്രയും പേർക്ക് കണ്ടോ ഇരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വെയിലൊന്നും കൊള്ളാണ്ട് കാറ്റൊക്കെ കൊണ്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. അയ്യോ, ഞാൻ എന്തൊക്കെ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടോ. സന്തോഷം കണ്ടാണ് കേട്ടോ. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സദ്യാലയം എന്ന് പറയുമ്പം അത് ഞങ്ങളൊരു ഗ്രാമമാണ് കേട്ടോ. വലിയ അങ്ങനെ പുരോഗമനം എന്നല്ല, എന്നാലും ഒരു നാട്ടും പുറമാണ്. സോ അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതെൻ്റെ അമ്മാമ്മയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഇത് ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബേഴ്സാണ്. എന്ന് നമ്മുടെ വീഡിയോയിന് കമൻറ്റും ഒക്കെ ഇടാം. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുമാണ് കേട്ടോ ആളുടെ മോളാണ്. അപ്പം ഇതാണ് നിങ്ങളുടെ സദ്യാലയത്തിൻ്റെ ഒരിത്. കാരണം ഞങ്ങൾ ഈ നാട്ടുംപുറം ആയതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഇതൊക്കെയാണ്. ഇതുപോലത്തേക്കുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഭയങ്കര വലിയ സന്തോഷമായിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഉണ്ടോ എല്ലാവരുടെ മുഖത്തും ചിരിയും സന്തോഷമൊക്കെയാണ്. പിന്നെ ഞാനിത് ഓവറാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം. കാരണം സന്തോഷം കൊണ്ട് എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല ഗൈസ്. ഓക്കെ, അപ്പം ഇതെല്ലാം വിളമ്പുന്നതായാലും ഇങ്ങനെ എല്ലാം ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാർ തന്നെയാണ്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നാണ്. പിന്നെ ഫസ്റ്റ് കളരിയൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ സെക്കൻഡ് കളരിയൊക്കെ ആയപ്പം ഓർഡറല്ല, എന്നാലും എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു. പിന്നെ എൻ്റെ അച്ഛൻ രാവിലെ തൊട്ട് അവിടെ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ഞാനും അമ്മയും അനിയത്തിയും ഇത്തിരി ലേറ്റായിട്ടാണ് പോയത്. ഞങ്ങൾ ഇരുന്നപ്പോഴും ഓരോന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓർഡർ ആയിട്ടൊന്നും അല്ല, ഞാൻ പറഞ്ഞില്ല ഓർഡർ ആയിട്ടല്ല. കാരണം ആദ്യത്തെ കളരി കുഴപ്പമില്ലാണ്ട് പോയി. പക്ഷെ രണ്ടാമത്തെ കളരിയിൽ പകുതി പേര് എന്താ പറയുക എണീറ്റ് പോയിട്ട് ബാക്കി കഴിച്ചുകൊണ്ടിരുന്നവരങ്ങനെ എന്തൊക്കെയാ ഗൈസ് അങ്ങനെയൊക്കെയാണ്. അപ്പം അതുകൊണ്ട് അതൊന്നും ഓർഡറൊന്നും നോക്കരുത് കേട്ടോ. കമൻ്റ് ഒന്നും വരല്ലേ, നിങ്ങൾ ഓർഡറിലല്ലോ കൊടുത്തതെന്നൊന്നും. അപ്പം ഇതെല്ലാവരും ഞങ്ങളുടെ നാട്ടിലുള്ള ആൻറ്റിമാരും മാമന്മാരും ചേട്ടന്മാരും ഒക്കെ കൂടി ചേർന്ന് ഇങ്ങനെ വിളമ്പുന്നതാണ്. അതിനുള്ളൊരു സന്തോഷം വേറെ തന്നെയാണ് അല്ലേ. അപ്പം നമ്മുടെ പരിപ്പ് കറി വന്നു, അവിയലുണ്ടായിരുന്നു, തോരൻ ഉണ്ടായിരുന്നു, പച്ചടി, അച്ചാറ്, പിന്നെ ഇഞ്ചി, പിന്നെ എനിക്ക് മാങ്ങാച്ചാർ ഒത്തിരി കൂടുതൽ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും രണ്ടാമതും ചോദിച്ച് മേടിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ ഒരു പപ്പടം എടുത്ത് പരിപ്പ് കറിയിൽ വെച്ച് ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കണം ഗൈസ്. അസലാണ്, അതും ഒരു ഉച്ച സമയത്ത്. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഞാൻ കഴിച്ചു തുടങ്ങി. പിന്നെ ഫുഡെല്ലാം ഇവിടെ ഉള്ളവർ തന്നെയാണ് ഉണ്ടാക്കിയത്, പുറത്തൊന്നും അങ്ങനെ കൊടുക്കത്തില്ല. പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് എന്താ പറയുക ചെയ്യുന്ന എന്ന് വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് രാവിലെ വന്ന് ഇവിടെ മലക്കറി ആയാലും കട്ട് ചെയ്യണതും ഒക്കെ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക എനിക്ക് പറ്റിയില്ല. സോറി, എന്നോട് ക്ഷമിക്കുക. നിങ്ങൾക്ക് അപ്പോൾ കാണിച്ചു തരാമായിരുന്നു. ഇവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കട്ട് ചെയ്യണതും എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. പിന്നെ പായസം വന്നു. പായസത്തിന് പഴമില്ലായിരുന്നു, സോറി. ഓക്കെ. പിന്നെ നമ്മുടെ പാലുകാച്ചിയ പാല് വന്നു. അതിനുശേഷം രസം, അത് കഴിഞ്ഞ് മോര്. അങ്ങനെ നമ്മുടെ സദ്യ കംപ്ലീറ്റായി. ഇനി ഞങ്ങൾ കുറച്ച് സ്ഥലം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ സദ്യാലയം. പിന്നെ അവിടെ ഒരു ഡോറുണ്ട്. ഇവിടെ വെച്ചാണ് ഫുഡെല്ലാം എടുത്തു കൊടുക്കുന്ന സ്ഥലം. നമ്മളിവിടെ ഫുഡ് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ വാഷിങ്ങും ഒക്കെ ഉള്ള സ്ഥലമാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ 2 ബാത്റൂമുണ്ട്. ഭയങ്കര കൺവീനിയൻ്റ് ആണ് കേട്ടോ എല്ലാം. ബാത്റൂമുണ്ട്. അതിനുശേഷം ഇവിടെയാണ് ഫുഡ് കൊടുക്കാൻ വേണ്ടിയും ഇങ്ങനെ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണിത്. ഇലയായാലും പാത്രങ്ങളും പിന്നെ നമ്മൾ കൊടുക്കാൻ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെയാണ് ഇരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാം അല്ലേ എല്ലാം. പിന്നെ ഇതൊക്കെ ഇന്ന് സാമ്പാറും അവയിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വിളമ്പുകാർ കഴിക്കാൻ ഇരുന്നപ്പോൾ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് വെള്ളം കൊടുത്ത് തുടങ്ങിയതാണ്. പിന്നെ സാമ്പാറായി, രസമായി, പരിപ്പ് കറിയായി, മോര് കറി. എനിക്ക് കൂടുതലും മോര് കൊടുക്കാനാണ് കേട്ടോ ഓടി നടന്നത് ഞാൻ. പിന്നെ അവിയൽ, അങ്ങനെ എല്ലാം കൂടി നമ്മൾ ഓൾ ഇൻ ഓൾ ആയിട്ട് അങ്ങനെയൊക്കെ നടന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഗൈസ്. ഇതുപോലത്തെയൊക്കെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മൾ എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ഓർക്കുമ്പോൾ ഒരു ഇതായിരിക്കും അല്ലേ. അതൊക്കെ ആവട്ടെ.
അങ്ങനെ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള മാമന്മാരാണ്. പിന്നെ എൻ്റെ മാമനും ഫ്രണ്ട്സുമാണ് ഇതൊക്കെ. അപ്പം വീഡിയോ എടുക്കണ കണ്ടിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് എൻ്റെ മാമനെ അറിയാമല്ലോ അല്ലേ? ക്ഷേത്ര ഭാരവാഹികളാണ്. പിന്നെ പറയാനൊന്നുമില്ല, നമ്മള് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ അങ്ങനെ എല്ലാവരെയും വീഡിയോ ആയിട്ട് നമ്മൾ എടുത്തതേ ഉള്ളൂ നമ്മളെ നാട്ടിലുള്ള. പിന്നീട് ഇതൊക്കെ കാണുമ്പോൾ ഒരു മെമ്മറി ആണല്ലോ ഗൈസ്. ഇതൊക്കെ ക്ഷേത്രത്തിലെ കമ്മിറ്റി അംഗങ്ങളും അവിടെയുള്ള നാട്ടിലുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ച് മൊത്തത്തിൽ എല്ലാവരെയും വീഡിയോ എടുത്തങ്ങ് വെക്കാം. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഉത്സവമാണ് ഏപ്രിൽ 7-ാം തീയതി തൊട്ട്. നിങ്ങൾക്ക് ഡെയിലി വ്ളോഗ് വേണോ അതോ ഡെയിലി വീഡിയോ വേണോ, ലൈവ് വേണോ? അതൊക്കെ നമ്മൾ വേണോന്നല്ല, നമ്മൾ വരുന്നതാണ്, നമ്മള് കാണാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരെയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, പരിചയപ്പെടുത്താം ഓരോരുത്തരായിട്ട്. ഇനിയിപ്പോൾ 5 ദിവസവും ഞങ്ങൾ ഇനിയിപ്പോൾ ക്ഷേത്രത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾക്കൊരു കൈകൊട്ടി കളിയൊക്കെ ഉണ്ട്, നമ്മള് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ വരാം, അതൊക്കെ ആയിട്ടൊക്കെ വരാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞങ്ങളുടെ ഇവിടെ നിന്ന് നോക്കിയാൽ അപ്പുറത്ത് ഒരു ഇതെന്തോ കരാട്ടയാണോ? കരാട്ടയാണ്, കരാട്ട തന്നെയല്ലോ. അതും എൻ്റെ അനിയത്തി അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡാൻസ് പഠിച്ച സ്കൂളാണ്. പിന്നെ താഴെ കണ്ടോ കുറച്ച് കുഞ്ഞു പിള്ളേരിക്കണം. അവിടെ എന്ന് പറയുമ്പം ഡാൻസ് ആണ്, ഭരതനാട്യം. ഞാനും അവിടെ കേട്ടോ പഠിച്ചു, ഒരു 8 വർഷം. ചെറുതായിട്ട്. പിന്നെ എൻ്റെ അച്ഛൻ്റെ ഒരു നടത്തം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല, അങ്ങനെ അത് വീഡിയോ എടുത്ത് ഞാൻ ഇങ്ങനെ കുറച്ചേരം ഇരുന്നു. അപ്പോൾ പിന്നെ ഇതൊക്കെ കഴിയുമ്പോൾ വേറൊരു പരിപാടിയുണ്ട്, അതറിയാമോ എന്താന്ന്? ക്ലീൻ ചെയ്യുക. ഇത്രയും പേര് ഇവിടെ ഇരുന്ന് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഏറ്റവും വലിയ പാടുള്ള ജോലിയും പിന്നെ പെട്ടെന്ന് നമ്മൾ കഴിച്ചിട്ട് പോയാൽ പിന്നെ ഓർക്കാത്തൊരു കാര്യമാണ് കേട്ടോ ഇത്. ഇവരൊക്കെ കൂടി ചേർന്ന് എല്ലാം വൃത്തിയാക്കുവാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ബൈ ബൈ. സാമ്പാറ് ഇത് ചോരത്തിന്റെ കൊടുക്കട്ടെ ഇല്ല